നിങ്ങൾക്കറിയാം ജ്യോതിർഗമയ SKN40യുടെ രണ്ടാം ഘട്ടമാണ്. ഒന്നാം ഘട്ടം അവസാനിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പരിപാടിക്ക് ഇനി ഇടവേള ഇടാമെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേരളത്തിൽ ഉടനീളം ഇപ്പോഴും ഈ മയക്കുമരുന്ന് പോലെയുള്ള രാസലഹരിയുടെ സാന്നിധ്യം വളരെ ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഒരു കൊല്ലം നീണ്ടുപോകുന്ന ഒരു ബോധവൽക്കരണ പരിപാടി, ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന യജ്ഞം നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ ദേശീയതല ഉദ്ഘാടനം ഔപചാരികമായി ഈ ഒക്ടോബർ 2-ാം തീയതി നമ്മൾ ചെയ്യുകയാണ്. ഗാന്ധി ജയന്തി ദിനത്തിൽ പോർബന്തറിൽ നിന്ന് ആരംഭിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചം ലോകം മുഴുവൻ പരന്ന സംഭവം ചരിത്രമാണ്. അതുപോലെ മറ്റൊരു ചരിത്ര മാധ്യമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. ജ്യോതിർഗമയ നമ്മൾ തുടങ്ങുന്നു, വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. അതിന് ഔപചാരികമായ ഒരു അവതരണ ഗാനവും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അവതരണ ഗാനം നമുക്ക് അഭിമാനമുള്ള സംഗീത സംവിധായകൻ ജെറി അമൽദേവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ പാട്ടിൻ്റെ ഈണം. അതുപോലെ ഫാദർ വിൻസെൻ്റ് വാര്യത്താണ് ഈ പാട്ടിൻ്റെ ലൈൻസ് കുറിച്ചിരിക്കുന്നത്. സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽദേവ് കോറൽ ഗ്രൂപ്പാണ് ഈ പാട്ട് നമുക്ക് വേണ്ടി ആലപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി അടുത്ത ഒരു കൊല്ലക്കാലം കേരളത്തിലെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുഴങ്ങിക്കേൾക്കാൻ ആവേശം പകരുന്ന ഒരു കോറൽ മ്യൂസിക്കായിട്ട് ഈ പാട്ട് മാറും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജ്യോതിർഗമയുടെ അവതരണ ഗാനം ഔപചാരികമായി ഈ ഫ്ലോറിൽ ലോഞ്ച് ചെയ്യാം. Say
നമ്മുടെ ഈ ജ്യോതിർഗമയുടെ അവതരണ ഗാനമായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾക്കറിയുന്ന പോലെ അദ്ദേഹം 80കളിൽ നിൽക്കുന്ന ആളാണ്. ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകൻ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പോലെ മലയാള സിനിമയിൽ അവതരിച്ച സൂപ്പർ ഹിറ്റുകളിലെ സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം നമ്മൾ ഈ 30 ദിവസം 14 ജില്ലകളിൽ നടത്തിയ യാത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയ യാത്രയാണ് ഇങ്ങനെ പാട്ട് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ലഹരി വിരുദ്ധ യാത്രയ്ക്ക് എന്തെങ്കിലും എൻ്റെ ഒരു സംഭാവന വേണമല്ലോ എന്ന് കരുതിയപ്പോൾ ഞാനൊരു പാട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ആ പാട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജെറി അമൽദേവിനെ പോലെ കൃതഹസ്തനായ ധന്യനായ ഒരു മനുഷ്യൻ്റെ അവതരണഗാനം ഈ പരിപാടിക്ക് ഒരു ഐശ്വര്യമാകട്ടെ. അങ്ങനെ ആ അവതരണഗാനം ജെറി അമൽദേവിൻ്റെ ആ പാട്ട് നമ്മൾ ഉൾപ്പെടുത്തിയത് മാത്രമല്ല, നമ്മുടെ മണിയിലുള്ള 12K വിസ്താര സ്റ്റുഡിയോയിൽ നമ്മളത് കൃത്യമായി ഷൂട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു. 80കളുടെ നിറവിലും അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയും അദ്ദേഹത്തിൻ്റെ സജീവതയും എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു വർഷം നീണ്ട ബോധവൽക്കരണ പരിപാടിയാണ് ലഹരി വിരുദ്ധ ആശയമുയർത്തി 24 സംഘടിപ്പിക്കുന്ന SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയ. ഇനി അങ്ങോട്ട് ജ്യോതിർഗമയയ്ക്ക് പകട്ടേക്ക് ജെറി അമൽദേവ് ചിട്ടപ്പെടുത്തിയ പാട്ടുമുണ്ടാകും. SKN40 ഒന്നാം ഘട്ടത്തിന്റെ സ്ഥിരം പ്രേക്ഷകനായിരുന്ന ജെറി അമൽദേവ് ജ്യോതിർഗമയ പാട്ട് ചിട്ടപ്പെടുത്താൻ തയ്യാറാവുകയായിരുന്നുവെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. എന്തോ നമ്മുടെ മനസ്സിലേക്ക് ഈ ജ്യോതിർഗമയുടെ ലക്ഷ്യം ഊളിയിട്ടിറങ്ങുന്ന പോലെയാണ് ഈ സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ലിറിക്സും രസമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത സാധനം അദ്ദേഹം നമുക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ജെറി അമൽദേവിന് തുല്യം അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ഈ സംഭാവന ഒരുപക്ഷെ കേരളത്തിലെ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ബോധവൽക്കരണത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അനുമോദനം ഏറ്റുവാങ്ങിയ ജെറി അമൽദേവ് 24ന്റെ ലഹരി വിരുദ്ധ അവബോധം നിർമ്മിക്കാനുള്ള പ്രയത്നത്തിന് പിന്തുണ അറിയിച്ചു. It is my pleasure to be in your company and in your entire wonderful establishment here, to be a part of this great, shall I say, mission to save Kerala from this black grip of drugs, or what we call മയക്കുമരുന്നിൻ്റെ കൾച്ചറിൽ നിന്ന് കേരളത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സദുദ്ദേശത്തിൽ പങ്കാളിയാകാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 24 മുന്നോട്ട് വയ്ക്കുന്ന ലഹരി വിരുദ്ധ മുദ്രാവാക്യം ഉൾക്കൊള്ളുന്ന ജ്യോതിർഗമയ സോങ് ഇനി പ്രേക്ഷകർക്ക് സ്വന്തം. ന്യൂസ് ഡെസ്ക് 24. നമുക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മുടെ ജ്യോതിർഗമയ എന്ന ഒരു കൊല്ലം നീണ്ടുപോകുന്ന പരിപാടി, അതല്ലെങ്കിൽ അവസാന മയക്കുമരുന്നുകാരനും ഈ കേരളം വിട്ടു പോകുന്നത് വരെ നമ്മൾ തുടരുന്ന ഈ പരിപാടിയുടെ അവതരണ ഗാനമായി ഇതിനി മാറുന്നു. നമ്മുടെ പരിപാടികളൊക്കെ തന്നെ ഈ പാട്ടിൻ്റെ വരികളും പാട്ടും ഒക്കെ ഉയർന്നു കേൾക്കും. വെളിച്ചത്തിലേക്ക് നമുക്ക് പോകണം. താങ്ക് യു ശ്രീ ജെറി അമൽദേവ് ആൻഡ് ഹിസ് ടീം, ഇത് ഇത്തരം ഒരു നല്ല പാട്ട് നമുക്ക് തന്നതിൽ.